മലയാള സിനിമയുടെ തലവരെ മാറ്റിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ. 200 കോടിയും കഴിഞ്ഞ് ഇൻഡസ്ട്രി ഹിറ്റൊക്കെ അടിച്ച് നിൽക്കുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും തരംഗമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന് 29 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സൗബിൻ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി തുടങ്ങി മലയാളത്തിലെ 11ഓളം യുവതാരങ്ങളെ അണിനിരത്തി ജാനമൻ എന്ന് പറഞ്ഞ സിനിമ അണിയിച്ചൊരുക്കിയ ചിദംബരം ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ. എന്തൊക്കെയാണ് മലയാള സിനിമയുടെ എക്കാലത്തെ വലിയ വിജയമായിട്ട് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുക. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഇതിനോടൊപ്പം തന്നെ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് 63 കോടി രൂപയാണ്. വെറും 29 ദിവസം കൊണ്ടാണ് ചിത്രം ഇത്രയും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് 2010 എന്ന് പറയുന്ന സിനിമയുടെ വരെ കളക്ഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ചിത്രം ഇത്രയും വലിയൊരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന് ഇപ്പോഴും മികച്ച കളക്ഷൻ തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രം വരും ദിവസങ്ങളിൽ ഈ ഒരു കളക്ഷൻ തുടരാനുള്ള സാധ്യതയുണ്ട്. കാരണം വെക്കേഷൻ ടൈം വരുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെയാണെങ്കിലും മലയാള സിനിമ സ്വപ്നം കാണുന്നതിനപ്പുറമുള്ള ചരിത്ര നേട്ടം സ്വന്തമാക്കി മഞ്ഞുമൽ ബോയ്സ് ഹിറ്റ് ആയിട്ട് പോകുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 100 കോടി കളക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രം വരും ദിവസങ്ങളിൽ വലിയൊരു കളക്ഷൻ റെക്കോർഡ് തന്നെ സ്വന്തമാക്കുന്നത്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 100 കോടി കളക്ഷൻ നേടുകയില്ല എന്നുള്ള നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും ദിവസങ്ങളിലെ പുതിയ സിനിമാ വിശേഷങ്ങളും OTT അപ്ഡേറ്റ്സുകളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.